Hi everyone, this is me Neja here and welcome to Rectify English. So, നമ്മൾ past tense-ലെ ഓരോ each and every parts ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് past perfect tense ആണ്. Okay, past perfect tense and ഇനി നമുക്കുള്ളത് past perfect continuous കൂടെയാണ്. So, once again I welcome you all to Rectify English. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ്സസ് വേണം, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ക്ലാസ്സസ്, കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് 1-to-1 ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നേരെ തന്നെ നമ്മളുടെ കോൺടാക്ട് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുന്ന സമയത്ത് ബിൽഡ് ആവുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ബോർഡിലേക്ക് നോക്കിക്കേ, സ്ട്രക്ചർ ഇതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് സബ്ജക്റ്റ് എന്തായിരിക്കും? നോർമലി ഒരു നെയിമോ അല്ലെങ്കിൽ പ്രോനൗണോ, അതായത് നൗണോ പ്രോനൗണോ ആയിരിക്കും നോർമലി സബ്ജക്റ്റ് വരുന്നത്. അതിലേക്ക് ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു വേർഡാണ് ഹാർഡ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, V3 ഫോമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു നമ്മളുടെ ടെൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ നോക്കുന്നത് അല്ലെങ്കിൽ നേരെ തന്നെ ചെയ്യുന്നത് V1, V2, V3 ഫോം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ഫോമാണ് എന്തെന്ന് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. നേരത്തെ പഠിച്ചതിൻ്റെ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ എക്സാമ്പിൾസ് നമുക്ക് എന്തിനേയും പറയാം, പോസിറ്റീവ് സെൻറ്റൻസും കൂടെ നമുക്ക് ഇത് തന്നെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഓക്കെ, ഐ ഹാഡ് ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? ഹാഡ് ആണ്. അതായത് സബ്ജക്റ്റിന് ശേഷം ഹാഡ് വന്നു, പിന്നെ V3 ഫോം വന്നു. ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3 ഫോമാണ്. അപ്പം ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്നാണ്. ഞാൻ എൻ്റെ ജോലി തീർത്തിരുന്നു എന്നാണ് മലയാളം വരുന്നത്. ഞാൻ എൻ്റെ ജോലി തീർത്തിരുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കേ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇവിടെ എന്താണ് സബ്ജക്റ്റ് വരുന്നത്? ട്രെയിൻ ആണ് സബ്ജക്റ്റ് വരുന്നത്. ഹാഡ് വന്നു, ലെഫ്റ്റ് വന്നു. ലെഫ്റ്റ് എന്ന് പറയുന്നത് V3 ഫോം ആണ്. അപ്പം ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് ഫോംസ്, ഓക്കെ, നെഗറ്റീവ് ഫോംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് നോട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പോസിറ്റീവിൽ ഹാഡ് മാത്രമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിലേക്ക് ഒരു നോട്ടും കൂടെ കൂടി. ഈ ഹാഡ് പ്ലസ് നോട്ട് നമുക്ക് ഹാഡിൻഡ് എന്നുള്ളതും എഴുതാം. അതായത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി എങ്ങനെയാണ് പറയാറ്? ഹാഡിൻ എന്നാണ് പറയാറ്. പ്ലസ് V3 ഫോം. ഓക്കെ, V3 ആണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് നോട്ട് പ്ലസ് V3 ഫോമാണ് ഈ നെഗറ്റീവിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നെഗറ്റീവ്സിൽ നോക്കി നോക്കാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ്. ഐ ഹാഡൻ ഫിനിഷ് മൈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി തീർത്തിരുന്നില്ല എന്നാണ്. ഞാൻ എൻ്റെ ജോലി തീർത്തിരുന്നില്ല. ദ ട്രെയിൻ ഹാഡൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിന് പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹാഡ് പ്ലസ് നോട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും ഹാഡ് പ്ലസ് നോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ V3 ഫോമാണ് വന്നിരിക്കുന്നത്, ഇവിടെയും V3 ഫോമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3, അതായത്
ഇവിടെ ഉണ്ടായിരുന്ന ഹാഡ് എങ്ങോട്ട് മാറി? ഇങ്ങോട്ട് മാറി. ആര് ഫസ്റ്റ് വന്നു? ഹാഡ് ഫസ്റ്റ് വന്നു. അപ്പം ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഫോമാണ് എന്തെന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻസിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഹാഡ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? നിന്റെ ജോലി തീർന്നിരുന്നോ? ഓക്കെ, നിന്റെ ജോലി തീർന്നിരുന്നോ? ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ്? ട്രെയിന് പോയി കഴിഞ്ഞിരുന്നോ എന്നാണ് വരുന്നത്. ട്രെയിന് പോയി കഴിഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക? ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആൻഡ് ഇതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ്, അതേപോലെ തന്നെ ദേ, വി, യു, ഇത് വരുന്ന സമയത്ത് നോർമലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് എല്ലാ സമയത്തും വരിക അല്ലേ? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വാസ്, വെയർ അങ്ങനെയൊക്കെയാണ് വരിക. പക്ഷെ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ടിലും എന്താണ് വരിക? ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇതിന് രണ്ടിനും വരുന്നത് ഹാർഡാണ്. രണ്ടിലും എവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ വരുന്നത് ഹാർഡായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഇത് വേറെ ഒന്നിലും ഇത്ര സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെയുള്ള ഒരു സെന്റൻസ് ഇല്ല. അതുകൊണ്ട് ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പോസിറ്റീവ് പഠിച്ചു, നെഗറ്റീവ് പഠിച്ചു, അതേപോലെ തന്നെ ക്വസ്റ്റ്യനും പഠിച്ചു. 2 എക്സാമ്പിൾസ് വെച്ചാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നിനും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ആൻഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ് വേണം, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ടിൽ ദെൻ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.